ഹലോ, ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ അനന്തപുരിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഭയങ്കര സംഘർഷങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെറ്റ് ചെയ്ത നവ്യേക്കാൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലും ഒരുപാട് വിമർശനങ്ങളും കേട്ടത് നയനയാണ്. കാരണം ആ ഒരു തെറ്റ് ചെയ്ത ആളെക്കാളും തെറ്റ് മറച്ചു വയ്ക്കാൻ ശ്രമിച്ച നയനയാണ് ഏറ്റവും വലിയ കുറ്റക്കാരി എന്നാണ് ആദർശം ദേവയാനിക്ക് പറയുന്നത്. എന്നാൽ നയന ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. നയന അങ്ങനെ ചെയ്യത്തില്ല. നവ്യയുടെ ഭീഷണി കൊണ്ടാണ് നയന അങ്ങനെ ചെയ്തത് എന്നാണ് ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും ഇനി ആദർശിനെ നയനെ ഇനി സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ സാധിക്കത്തില്ല എന്നുള്ളൊരു ഡിസിഷനിലാണ് നമ്മുടെ ആദർശ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും, ഇതുവരെ നേരിട്ടതിനേക്കാൾ ഇനി ഭയങ്കര ഒരു വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇനി നയൻ നേരിടാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നയനോട് യാത്ര പറഞ്ഞിട്ട് ഗോവിന്ദനും പിന്നെ കനകയും നമ്മുടെ നന്ദുവൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നയനയോട് ഗോവിന്ദനും പറയുന്നുണ്ട്, ഇപ്പോൾ നവ്യയാണ് തെറ്റ് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ആദർശിൻ്റെ കണ്ണിൽ തെറ്റുകാരി നീയാണ്. നീ ഏറ്റവും കൂടുതൽ തെറ്റാണ് ചെയ്തത്. നീ നവ്യ ഒരിക്കലും സ്നേഹിക്കാനോ അല്ലെങ്കിൽ നവ്യയെ നീ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തത് നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവരത്രത്തോളം നല്ലവരായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു തെറ്റ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കാണണം. പക്ഷെ ഇവിടെ നീ നവ്യയെ സഹായിച്ചിട്ട് നവ്യയുടെ കയ്യിൽ നിന്ന് നിനക്ക് കുറ്റപ്പെടുത്തലിലും പരിഹാസങ്ങളും അല്ലാതെ നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ല. മറ്റുള്ളവരാരെയും നിന്നെ സ്നേഹിക്കാനും പോകുന്നില്ല. ഇതിൻ്റെ പേരിൽ സ്നേഹിക്കത്തില്ലോ. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? നീ ഇനിയെങ്കിലും പഠിക്കണം. നീ നവ്യയെ ഇനി സ്നേഹിക്കാനോ അല്ലെങ്കിൽ നവ്യ എന്നൊരു ചേച്ചി നിനക്കുണ്ടെന്ന് പോലും നീ വിചാരിക്കരുത്. അവളെ അതേപടി നീ അപ്പാടെ മറന്നതിന് ശേഷം നീ നിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കനകയും ഗോവിന്ദനും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നന്ദു ഒരുപാട് കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. കാരണം തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇത്രത്തോളം തകരുന്നത് കണ്ടതിന് ശേഷം നന്ദുവിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം. ഇനി എന്തായാലും എന്നെ എല്ലാവരും വെറുത്തു. ഇനി എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. മുത്തശ്ശൻ ഇത്രയും ഒരു അസുഖമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നയന അകത്തോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജയനും എല്ലാവരും ഈ ഒരു മുത്തശ്ശൻ്റെ അസുഖം അറിഞ്ഞതിന് ശേഷം, ജയന് ഓൾറെഡി അസുഖം അറിയായിരുന്നുവെങ്കിലും മറ്റുള്ളവരും കൂടി അറിഞ്ഞത് കൊണ്ട് അവരുടെ സങ്കടവും കൊണ്ട് ജയൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഈ സമയത്ത് ദേവയാനി ജയനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു പ്രശ്നത്തെ പറ്റിയും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ദേവയാനി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? അപ്പം നിങ്ങളിപ്പോൾ വിഷമിക്കുന്ന അതേ വിഷമം ആ സമയത്തും കാണേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ആരോടും പറയാത്തത്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നപ്പോൾ പിന്നെ പറയാതിരിക്കുന്നത് മോശമല്ലേ? അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ജയൻ പറയുമ്പോൾ ദേവയാനി ചോദിച്ചത്, സാധാരണ അച്ഛൻ എന്തുകൊണ്ട് നയനെ നവി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇത്രയും തെറ്റ് ചെയ്തിട്ടും അച്ഛൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ജയൻ പറഞ്ഞത്, അച്ഛൻ എന്ത് ചെയ്താലും അത് നോക്കിയും കണ്ടും മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോൾ ഒരാൾ നല്ലതാണോ അല്ലെങ്കിൽ ഒരാൾ ചീത്തയാണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും അച്ഛൻ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഒരു കാര്യം പറയത്തുള്ളൂ. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അപ്പം അച്ഛൻ നയന ഈ വീടിൻ്റെ ഐശ്വര്യമാണ്, നയന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സിൽ അച്ഛന് അത് അത്രത്തോളം ബോധ്യം വന്നിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അതുമാത്രമല്ല നയന നല്ല പെൺകുട്ടിയാണെന്നും അവൾ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛന് അത്രത്തോളം ബോധ്യമായതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അച്ഛൻ അങ്ങനെയാണ്. അതുകൊണ്ട് നീയും ഇനി അത് തന്നെ പഠിക്കണം. നീയും ഇനി നയനെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അച്ഛനെയും ധിഖരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനെ വിഷമിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ സംസാരിക്കുവാണ്. അപ്പോൾ ആദർശിനെ ഞാൻ എന്തായാലും പോയി കണ്ടിട്ട് വരട്ടെ, അവന് ഒരുപാട് സങ്കടത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവയാനി ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആദർശ് ഭയങ്കര സങ്കടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുവാണ്. അപ്പോൾ ദേവയാനി ആദർശനോട് പോയി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ ദേവയാനി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞത്. ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. നീ എന്തായാലും ഈ ഒരു കാര്യം എന്നോട് പറയണമായിരുന്നു. നീ അന്ന് തൊട്ടേ ഇന്ന് വരെ ഒരുപാട് ഭാരം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞത് നീ ഇതിനെ പറ്റിയാണല്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്.
എന്തായാലും ഇതിൻ്റെ കൂടെ നമ്മുടെ ആദർശ് ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്കിനി ഒരിക്കലും നയനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും നാൾ അവൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞാൻ മനസ്സിൽ വെച്ച് തൻ്റെ മുത്തശ്ശന് വേണ്ടി മാത്രമാണ് ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തോടു കൂടി എനിക്ക് ഒട്ടും അവളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒട്ടും എനിക്ക് സ്നേഹിക്കാനോ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഒരു സംശയം, മുത്തശ്ശൻ എന്തുകൊണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു? കുഞ്ഞുനാൾ മുതലേ തൻ്റെ മക്കളായിട്ടുള്ളവരാണെങ്കിലും ഈ കൊച്ചുമക്കളാണെങ്കിൽ പോലും അവരെന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യാതെ വിടുവാണെങ്കിൽ പോലും മുത്തശ്ശൻ അത്രത്തോളം വഴക്ക് പറയുകയും അവരെ അത്രത്തോളം ശകാരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നയനെ ഇത്രത്തോളം തെറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് നയനെയും നവ്യയും ഇറക്കി വിടുന്നില്ല, അല്ലെങ്കിൽ നവ്യയും ഇങ്ങനെ സ്നേഹിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. അതാണ് എനിക്കും ഇങ്ങനെ അമ്പരന്ന് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ദേവയാനി പറഞ്ഞത്, അച്ഛൻ ഇതുവരെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു മരുമക്കളും ഇതേപോലെ ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല, അതിൻ്റേതാവും. എന്നാലും ആദർശ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്തോ ഇതിൻ്റെ ഇടയിൽ ഒരു രഹസ്യമുണ്ട് എന്ന് ആദർശ് ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇടയിലുള്ള സംസാരങ്ങൾ നിൽക്കുമ്പോൾ നവ്യ ഭയങ്കരമായിട്ട് ഒരു സംഭവവും നടന്നിട്ടില്ല, ആ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമേ നടന്നിട്ടില്ല, താൻ കാരണം താൻ തെറ്റുകാരി അല്ല എന്നുള്ള രീതിയിൽ നവ്യ അവിടെ ഇരിക്കുകയും നയനെ പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നവ്യയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അവസാനം നിനക്ക് കുറച്ച് ഭാഗ്യം കിട്ടിയല്ലോ, നീ ഇത്രയും നാൾ ഈ ഒരു പ്രശ്നം മനസ്സിൽ വെച്ചിട്ടല്ലേ ഇങ്ങനെ പേടിച്ച് നടന്നത്, ഇപ്പോൾ അതിൽ കുറച്ച് റിലീഫ് ആയല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, നയന പോവാൻ ഇറങ്ങിയതിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ അത്രത്തോളം പോകരുത് എന്ന് നിന്നോട് അത്രത്തോളം പറയണം എന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ ഒരു സുന്ദരിയായിട്ടുള്ള മരുമകൾ ഈ വീട്ടിലോട്ട് വരത്തില്ല എന്നും നിന്നെ പോലത്തെ ഈ കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടി ഈ അനന്തപുരി തറവാട്ടിലോട്ട് വരത്തില്ല എന്ന് വിചാരിച്ചായിരിക്കും മൂർത്തി അങ്ങനെ പറഞ്ഞതെന്നും മൂർത്തി മുത്തശ്ശൻ മരിക്കുന്നതാണ് നല്ലത്, 72 വയസ്സായില്ലേ, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് മരിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരുടെയും ഓഹരി വിധിച്ച് കൊടുത്തിട്ടാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ് എന്നുള്ള രീതിയിൽ മുത്തശ്ശനെയും എല്ലാവരെയും ആക്ഷേപിക്കുന്ന രീതിയിലാണ് നവ്യ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ നയന നവ്യ പിടിച്ച് കരണത്തിട്ട് ഒരു അടി കൊടുക്കുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നെങ്കിലും നയന അതിനനുസരിച്ച് നല്ല തക്കതായിട്ടുള്ള മറുപടി നവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇനി മേലാൽ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ദേഷ്യപ്പെട്ടിട്ടാണ് നയന പോകുന്നത്. എന്നാൽ ആദർശ് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ആദർശ് മറക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല, തയ്യാറല്ല. അതിൻ്റെ പേരിൽ ഒരുപാട് ദേഷ്യമൊക്കെ പെടുന്നുണ്ട്. എന്നിട്ട് ആദർശ് റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നയന വരികയും നയന റൂമിലോട്ട് കയറി വരുമ്പോൾ നയനയോട് ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുവാണ്. എന്നിട്ട് നീയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത്, നവ്യ തെറ്റ് ചെയ്തെങ്കിൽ പോലും നീ മറച്ചു വെച്ചില്ലേ, നിനക്ക് എൻ്റെ സ്വഭാവം നല്ലപോലെ അറിയാം, എന്നിട്ടാണ് നീ അത് മറച്ചു വെച്ചത്, എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ആദർശ് പറയുമ്പോൾ നമ്മുടെ നയന ആ ഒരു കാര്യം കൂടി പറയുവാണ്. ഞാൻ അന്ന് ആ ഒരു പാർട്ടിക്കിടയിൽ ആദർശേട്ടനെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം ഞാൻ പറയാൻ വന്ന കാര്യം ഇതായിരുന്നു. എന്നാൽ അന്ന് ചേച്ചി ഞാൻ ആദർശേട്ടനോട് സത്യം പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചേച്ചി അവിടെ വരികയും എന്നിട്ട് എന്നോട് ഭീഷണിപ്പെടുത്തുവാണ്. ഈ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഇതുപോലെയാണ് ഫാമിലി ഡോക്ടറിനോടും പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ സത്യം പറയാതിരിക്കുന്നത് എന്ന് ആദർശിനോട് നയന പറയുന്നുണ്ട്. എങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ നയന തെറ്റുകാരിയാണ് എന്നുള്ള രീതിയിലാണ് ആദർശ് സംസാരിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും വലിയൊരു ഭൂകമ്പമാണ് അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മുത്തശ്ശന്റെ ഒറ്റ ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴും ആ ഒരു കുടുംബം പിരിഞ്ഞു പോകാതെ ഇപ്പോഴും നിൽക്കുന്നതില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ചിതറി പോവുമായിരുന്നു. പക്ഷേ അവിടെയും നയന തെറ്റുകാരിയാണ് എന്നുള്ള രീതിയിലാണ് ആദർശ് സംസാരിക്കുന്നത്. എങ്കിലും അവിടെ ആദർശിന് ഒരു സംശയമുണ്ട്, ഒരിക്കലും എന്തോ ഒരു നിഗൂഢതയുണ്ട്, മുത്തശ്ശൻ എന്തോ ഒരു രഹസ്യം മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മുത്തശ്ശൻ എന്തായാലും ഇങ്ങനെ പറയത്തില്ലല്ലോ എന്നുള്ള ഒരു സംശയം കൂടി ആദർശിനുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു, നവ്യ ഇപ്പോൾ ചെയ്ത തെറ്റിന്, അതായത് നവ്യ ഇപ്പോൾ പറഞ്ഞ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിന് നയന ഒരു അടി നവ്യയ്ക്ക് കൊടുത്തു. എന്നാൽ ഇത് മുന്നേ നയന ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നവ്യ നന്നാക്കി എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ബോൾഡായിട്ട് നയന വരുന്നുണ്ട്.
ഈ ഒരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പ്രേക്ഷകർക്ക് എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയന നേരിടാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതായിരിക്കും. ബൈ.